ഇവിടെ വന്ന് നമ്മോടൊത്തായിരിക്കാനും നമുക്ക് പ്രാർത്ഥിക്കുവാനും ആരാധനയ്ക്ക് കാർമ്മിത്വം വഹിക്കുവാനും തയ്യാറായതിനെ ഈ യൂണിറ്റിൻ്റെ പേരിൽ എല്ലാവരും പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കട്ടെ. നമ്മളൊക്കെ ഒരുങ്ങുകയായിരുന്നു ഈ ആരാധനയ്ക്കായിട്ട്. ആരാധനയ്ക്കായി പറഞ്ഞപ്പോൾ തന്നെ ജോസേട്ടനും ഫാമിലിയും പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ വെച്ച് നടത്തണം, എന്ത് ചെലവ് വന്നാലും ഞാൻ ചെയ്തു കൊള്ളാം എന്ന്. അങ്ങനെ സന്മനസ്സോടുകൂടെ അവർ ഭവനം ഒരുക്കുകയായിരുന്നു. ഇപ്രകാരം ഈ ആരാധനയ്ക്ക് വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കിയ ജോസേട്ടനും കുടുംബത്തിനും എല്ലാവരും പേരിൽ നന്ദി അറിയിക്കട്ടെ. ഈ യൂണിറ്റിലെ പ്രസിഡന്റും കമ്മിറ്റി അംഗങ്ങളൊക്കെ കുടുംബാംഗങ്ങളൊക്കെ ഇന്ന് ഈ സംവിധാനങ്ങൾ സജ്ജമാക്കുവാനും ഈ ആരാധന ഒരുക്കുവാനും ശ്രമിക്കുകയായിരുന്നു. വളരെ ത്യാഗപൂർവം ഈ ആരാധന അനുഗ്രഹപ്രദമാക്കുവാൻ പരിശ്രമിച്ച എല്ലാവരെയും ദിവ്യകാരുണ്യം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യേകം അവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ ആൾത്താര ഒരുക്കിയത് നിങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. അവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇന്നത്തെ ഈ തിരുകർമ്മങ്ങൾക്ക് ഗാന ശുശ്രൂഷ നടത്തിയത് നമ്മുടെ ഗായക സംഘമാണ്. അവർ പല ഭാഗത്തുള്ളവരാണ്. വളരെ ത്യാഗത്തോടുകൂടെ ഇവിടെ വന്ന് ആ ഗാന ശുശ്രൂഷ നടത്തിയ ഗായക സംഘത്തിനും ഇതിനുവേണ്ട സംവിധാനം ഒരുക്കിയ ദേവാലയ ശുശ്രൂഷയ്ക്കും ഓൾട്ടർ ബോയ്സിനും മറ്റെല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഇനിയും ആരെയും വിട്ടുപോയില്ലെങ്കിൽ അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്നും നമ്മുടെ കുടുംബങ്ങൾ എന്നും ദൈവ സാന്നിധ്യമുള്ള ആലയങ്ങളാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. സ്നേഹമുള്ള വികാരിച്ച് സ്നേഹമുള്ള ഫാത്തിമ കുടുംബ യൂണിറ്റ് അംഗങ്ങളെ ഏറെ സന്തോഷം നിങ്ങളൊപ്പം ഒരുമിച്ച് ഈ കഴിഞ്ഞ ഒരു മണിക്കൂർ സമയത്തിലാകാൻ സാധിച്ചതിൽ വികാരിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പ്രകാരം ഏറ്റവും മനോഹരമായി നിങ്ങളെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ വികാരിച്ചതിൻ്റെ നേതൃത്വമാണ്. ഏറ്റവും സ്നേഹത്തിൽ പ്രിയമുള്ള വികാരിച്ചന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് യൂണിറ്റ് അംഗങ്ങളുടെ പേര് ബഹുമാന സിറ്റുവേഷനിലും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം പ്രിയമുള്ള വികാരിച്ചനും അർപ്പിക്കുകയാണ്. ഏറ്റവും സുന്ദരമായിട്ട് കേട്ടാൽ വളരെ നന്നായി തന്നെ ഈശോയെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുടുംബം ഓരോരുത്തരും മനോഹരമായിട്ട് ഈശോയെ നിങ്ങൾ നന്നായിട്ട് സ്വീകരിച്ചു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് ഗായസംഘങ്ങൾ നന്നായിട്ട് പാടി വലിയ നന്മകൾ നേരുന്നു. വികാരിച്ചൻ പറഞ്ഞതുപോലെ പേര് ഷാജി സറയത്തെന്നാണ്. എനിക്ക് അച്ഛനായിട്ട് 20ാമത്തെ വർഷമാണ്. ഈ ഹൃദയ പാനിറ്റുക നമ്മൾ ജെയിംസ് പിതാവിൻ്റെ സ്മരണാർത്ഥം പോളി പിതാവ് 2017 ആരംഭിച്ച പ്രസ്ഥാനമാണ്. അന്ന് ഈ ആദ്യകാലം ഡയറക്ടർ ബഹുമാനപ്പെട്ട സണ്ണി അച്ഛനുണ്ടായിരുന്നു. സണ്ണി കടമ്പനാത്തടത്തിൽ ഇവിടുത്തെ മുൻ വികാരി അച്ഛനായിരുന്നു. പിന്നീട് ബഹുമാനപ്പെട്ട തോമസ് കണ്ണപ്പള്ളിയച്ഛൻ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ഇന്നിപ്പോൾ നമുക്ക് 6 മേഖലകളിലായി വികാരിച്ചൻ പറഞ്ഞ പോലെ 1400ഓളം പേഷ്യൻസ് ഉണ്ട്. ഇവിടേക്ക് കടന്നു വരുന്നത് ഇരിഞ്ഞാലക്കുട റീജിയനിൽ നിന്നാണ്. ഇവിടേക്ക് കാരുണ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടേക്ക് കടന്നു വരുന്ന ഇരിഞ്ഞാലക്കുട മേഖലയിൽ നിന്നാണ്. നമ്മുടെ അവിടെ ചെയ്യുന്നത് എല്ലാ മാസവും നിർധനരായ രോഗികൾക്കൊക്കെ 2 ലക്ഷം രൂപയോടെ മെഡിസിൻസ് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ എന്തൊക്കെ സഹായമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാവിധ സഹായങ്ങളും പ്രത്യേകം നൽകുന്നുണ്ട്. അങ്ങനെ ഈ കാരുണ്യ പ്രസ്ഥാനം തമ്പുരാന്റെ കാരുണ്യത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ വികാരിച്ചൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒക്ടോബർ മാസം 2023 ഒക്ടോബർ മാസം 14-ാം തീയതി പേരാമ്പ്രയിൽ ഒരു ഹോസ്പിറ്റൽ സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് ആവശ്യത അനുഭവിക്കുന്ന രോഗികളാണ് ഉള്ളത്. പക്ഷെ നിങ്ങൾ പ്രത്യേകം അവിടേക്ക് സ്വാഗതം ചെയ്യാണ്. അവിടേക്ക് വന്നോളൂ. നമ്മുടെ ഒരു ജോസഫ് പാലത്തിങ്കളേശൻ കുടുംബം നൽകിയ 60 സെന്റ് ഫ്രീ ആയ സ്ഥലം, കയ്പമംഗലത്തുള്ള വിധവയായ അമ്മ നൽകിയ 60 ലക്ഷം രൂപ, അതിന് തുടക്കം ആരംഭിച്ച് കണ്ണപ്പള്ളിയച്ഛനും ടീമെല്ലാം ഒരുപാട് നല്ല മനസ്സുകളെല്ലാം തേടി 1,40 ലക്ഷം രൂപയുടെ പ്രസ്ഥാനമാണ് അവിടെ ഉള്ളത്. അവിടെ 10 രോഗികൾ ഇന്നേക്ക് നാളേക്ക് കൂടി ആകുമ്പോൾ 12 രോഗികളാകും. ഈ രോഗികളെ ശുശ്രൂഷിക്കാൻ ബഹുമാന സിസ്റ്റേഴ്സ്, കമ്മിൽ സിസ്റ്റേഴ്സ് അവിടെയുണ്ട്. ബഹുമാന റിൻഡോ തെക്നിയത്തച്ഛൻ അവിടെ
സേവനം കാഴ്ചവെക്കുന്നുണ്ട്. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട ജോസഫ് മാളികലച്ചൻ എന്നോടൊപ്പം ഇതിൻ്റെ ഫിനാൻസ് ഡയറക്ടറായിട്ടുണ്ട്. ഞങ്ങൾ 3 അച്ഛന്മാരാണ് ഈ പ്രസ്ഥാനം കൊണ്ട് നയിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിനകത്ത് അവസാന വിധി എന്ന് പറയുന്നൊരു രംഗമുണ്ട്. അതിനകത്ത് നമ്മളൊക്കെ മരിച്ച് തമ്പുരാന്റെ സന്നിധി ചെന്ന് കഴിഞ്ഞാൽ കർത്താവ് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അത്ര നീ വ്യഭിചാരം ചെയ്തോ 1-ാം പ്രമാണം ലംഘിച്ചു എന്ന ചോദ്യം തമ്പുരാൻ ചോദിക്കില്ല. കാരണം വിശ്വാസം ബോധ്യമുള്ള ആ പണി ചെയ്യില്ല. ചെയ്തു കഴിഞ്ഞാൽ തലമുറകളിലേക്ക് അതിന്റെ തിന്മ വരുന്നുള്ള ബോധ്യം വിശ്വാസമുള്ളത് നല്ല കത്തോലിക്കൊന്നും ചെയ്യില്ല. പിന്നെ തമ്പുരാൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ രോഗിയായിരുന്നു, നീ സന്ദർശിച്ചോ? ഞാൻ പരദേശിയായിരുന്നു, നീ സ്വീകരിച്ചോ? ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ? എനിക്ക് വിശന്നു, നീ ഭക്ഷിക്കാൻ തന്നോ? ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങളെ ഈശോ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ഈ രൂപതയുടെ അടിസ്ഥാനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ദൈവത്തിന് മുകളിൽ നിങ്ങളെ പോലുള്ള കുറേ നല്ല മനസ്സുകൾ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായ സഹകരണങ്ങൾ നൽകുന്നുണ്ട്. പ്രത്യേകം ആത്മാർത്ഥമായിട്ട് അവരോടൊക്കെ നന്ദി പറയുകയാണ്. ഒരു രോഗിയെ ഒരു മാസം ശുശ്രൂഷിക്കണമെങ്കിൽ 438 രൂപ ഒരു മാസത്തേക്ക് ചെലവ് വരുന്നുണ്ട്. ഒരു വർഷത്തേക്ക് ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ 5000 രൂപയോളം ചെലവ് വരുന്നുണ്ട്. അങ്ങനെ 1372 രോഗികളാകുമ്പോൾ ഒരു മാസത്തേക്ക് 6 ലക്ഷം രൂപയാണ് ചെലവ് വരുന്നത്. നമുക്കൊരു നീക്കിയിരിപ്പൊന്നുമില്ല. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഓരോ പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിക്കും, തമ്പുരാൻ ആരെങ്കിലും വർദ്ധി തരും. കാരണം ഇതൊരു പുണ്യം ചെയ്യുമ്പോൾ തമ്പുരാന്റെ നാമത്തിൽ തന്നെ ചെയ്യുമ്പോൾ തമ്പുരാൻ അതിന് അനുഗ്രഹം കൊടുക്കുന്ന വിശ്വാസത്തോടെ ഒരുപാട് നല്ല മനസ്സുകളെല്ലാം സഹകരിക്കുന്നു. ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പ്രാർത്ഥന അച്ഛൻ ഏറ്റവും ആവശ്യമാണ്. തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. പേരാമ്പ്രം കുത്തുകാവ് അമ്പലത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ സെന്റർ. നിങ്ങൾ അവിടെ പോകുമ്പോൾ ഒന്ന് അവിടെ ചെല്ലണം, അവിടെ കാണണം. അതും അവിടെ ജാതി മതഭേദമൊന്നുമില്ല, പണക്കാരനെന്നോ പാവപ്പെടുന്നൊന്നുമില്ല. കിടന്നു കഴിഞ്ഞാൽ എല്ലാവരും നോക്കാം. അതുകൊണ്ട് കുറേ ബെഡ്സോറുള്ളവരൊക്കെ ഉണ്ട്. ചിലപ്പോഴൊക്കെ കുറേ അപ്പന്മാരമ്മമാർക്ക് പലയിടങ്ങളിൽ വന്ന് അവിടെ അവരെ കുളിപ്പിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്കും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ സമയമൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് വരാം. അത് പ്രത്യേകം നിങ്ങൾ പരിചയപ്പെടുന്നത് നല്ലതാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങൾ ഈ ഇടവക കുടുംബം വികാരിച്ച നേതൃത്വത്തിൽ ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന എല്ലാ സഹകരണങ്ങൾക്കും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അർപ്പിക്കുന്നു. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും യേശു അനുഗ്രഹിക്കട്ടെ. യേശു മിശിഹായ്ക്ക് കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ഈ ഭക്ഷ്യപദാർത്ഥങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. ദീപികാരി ആരാധന സംബന്ധിച്ചുകൊണ്ട് ചന്ദ്ര